ഷേരാജ, ഈ ഒരു മരണം കൂടി, ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം, ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. അവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കുറച്ചു മുമ്പ് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ ഒരു ആന വാച്ചർമാരില്ല, ഇങ്ങനെ ആന ഇറങ്ങി എന്നൊരു ജാഗ്രതാ നിർദ്ദേശം പോലും അവർക്ക് ലഭ്യമായില്ല എന്നുള്ളതാണ്. അവരുടെ പരിവേദനങ്ങൾ, അവരുടെ വിഷമങ്ങൾ അവരിങ്ങനെ പറയുകയാണ്. എന്ത് ചെയ്യണം ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ? ഇന്നുണ്ടായ സംഭവം തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമായി പോയി. നമ്മുടെ 2 മാസത്തിന്റെ ഇടയിൽ ഇത് 5ാമത്തെ ജീവനാണ് ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ മരണമടയുന്നത്. ഈ പ്രദേശം എപ്പോഴും ആന ഇറങ്ങുന്ന പ്രദേശമാണ്. കുറെ ദിവസങ്ങളിലായി ഈ ആനേനെ ഇവിടുന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ആനത്താരമുള്ള സ്ഥലങ്ങളിൽ അതിന്റെ പ്രതിരോധ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി കുറെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല. ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇത് ബോർഡറാണ്, എന്റെ മണ്ഡലത്തിന്റെ ബോർഡറാണ്. നെരിമംഗലം പാലത്തിന്റെ അപ്പുറം നീണ്ടപാറ എന്ന സ്ഥലത്താണ് ഇന്ന് ആക്രമിച്ച ആന നിന്നിട്ടുള്ളത്. അപ്പൊ അതിനെ അവിടെ നിന്നുള്ള നാട്ടുകാരും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അടക്കം ചേർന്ന് കാട്ടിലേക്ക് കേട്ടി വിട്ടപ്പോഴാണ് ഇത് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഫോറസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും നമുക്ക് അത് പൂർണ്ണമാകുന്നില്ല. നമുക്ക് തുടർച്ചയായി അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളോട് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അവർക്ക് നൽകാമായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് അവിടെ ഒരു വീഴ്ച പറ്റിയിട്ടില്ലേ? അപ്പുറത്തും ഇപ്പുറത്തുമാണ്, നമുക്കിങ്ങനെ കാണുന്ന സ്ഥലമല്ല. ഈ തൊട്ടടുത്ത് കിടക്കുന്ന കോതമംഗലം മണ്ഡലത്തിലാണ് ഈ നീണ്ടപാറ എന്ന് പറയുന്ന സ്ഥലം. ഈ നീണ്ടപാറയിൽ നിന്ന് അവിടുത്തെ ആളുകൾ, നാട്ടുകാരും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് അവിടെ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനെ അവിടെ നിന്ന് കാട്ടിലേക്ക് കയറ്റിവിട്ടപ്പോഴാണ് ഇപ്പുറത്ത് വന്നിട്ട് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കാട്ടിലേക്ക് പോകുന്നതാണ് ഓർത്തത്, കാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ സ്ഥലത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ദേവികുളം MLA രാജയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.